തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് ബ്രദർ വിൻസെന്റ് റാഫേൽ ട്രിച്ചൂർ. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കാം. അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടുമൊന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ഗനേസര തടാകത്തിന്റെ കരയിൽ പുരുഷാരം ദൈവം കേൾക്കേണ്ടതിന് തിക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് കർത്താവ് ശിമോനുള്ള പടയിൽ കയറിയെന്നാണ് നാം വായിക്കുന്നത്. ശിമോനോട് പറയുകയാണ്, പടക അല്പം നീക്കേണം. പടയിലിരുന്നു കൊണ്ട് കർത്താവ് വീണ്ടും പുരുഷാരത്തോട് സംസാരിച്ചു. അതിനുശേഷമാണ് ശിമോനോട് പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ആ പടകളിൽ ഒന്നും ഒരു മീനും പിടിച്ചതായിട്ട് കർത്താവ് കണ്ടില്ല. അവർ വളരെ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് കർത്താവ് അറിഞ്ഞിരുന്നു. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാനായിട്ട് ശിമോനോട് പറയുമ്പോൾ ശിമോൻ പറയുന്നത്, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. പത്രോസിന്റെ വാക്കുകളിൽ ഒരു ദയനീയ ശബ്ദമായിരുന്നു. അത് നിരാശയുള്ളതായിരുന്നു. അവരുടെ രാത്രിയിലെ അധ്വാനം ഒരു പ്രയോജനമില്ലാത്തതാണ്. രാത്രിയിലെ ഉറക്കമുളപ്പ്, തണുപ്പ്, രാത്രികാലം ഓരോ പ്രാവശ്യവും മീൻ പിടിക്കുവാൻ വേണ്ടി വല ഇറക്കുന്നതും അത് വലിച്ചു കയറ്റുന്നതും മീൻ കിട്ടാതിരുന്നതും ഒക്കെ അപ്രകാരമുള്ള നിരാശ അവരിലുണ്ടായിരുന്നു. പത്രോസിനും കൂട്ടർക്കും മീൻകൂട്ടം എവിടെ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതിനുള്ള അനുഭവജ്ഞാനമുണ്ട്. കർത്താവ് വല ഇറക്കുവാൻ പറയുമ്പോൾ അവർ വിളിക്കുന്നത് നാഥ എന്നാണ്, അഥവാ ഗുരു എന്നാണ്. വളരെ ബഹുമാനത്തോടു കൂടിയാണ് അവർ നാഥ എന്ന് വിളിക്കുന്നത്. യജമാനെ, ഞങ്ങൾ വലയിറക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെയും വലയിറക്കിയിട്ടൊന്നും കിട്ടിയില്ല. ആ വാക്കുകളിൽ സങ്കടവും നിരാശയും ഉണ്ടായിരുന്നു. നിഷ്ഫലമായ അധ്വാനത്തിൻ്റെ ഒരു ശബ്ദമുണ്ടായിരുന്നു. ഉറക്കമുളപ്പും രാത്രിയിലെ തണുപ്പും കുളിരും ശീതക്കാറ്റും കൊണ്ട് വിറങ്ങലിച്ച ബലഹീനമായ ശരീരവും ക്ഷീണവും ഒക്കെ അവരുടെ വാക്കുകളിൽ നിഴലിച്ചിരുന്നു. നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഇനി രാത്രി കിട്ടാത്ത മീൻ എങ്ങനെയാണ് ഈ പകലിൽ ലഭിക്കുന്നത്? വല കഴുകി വെടിപ്പാക്കുന്ന അധ്വാനം വേറെ. സാധാരണയായിട്ട് രാത്രിയിലാണ് മീൻപിടുത്തം കൂടുതൽ നടക്കുന്നത്. പത്രോസും ആ രാത്രികാലം അധ്വാനിച്ചു, വളരെ അധ്വാനിച്ചു. പക്ഷേ അത് തീർത്തും ഒരു പരാജയമായിരുന്നു, വെറുതെയുള്ള അധ്വാനമായി തീർന്നുവെന്ന് പത്രോസ് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില രാത്രികാലങ്ങൾ ഉണ്ടാകാറുണ്ട്, പരാജയത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. വളരെ അധ്വാനിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടാവുന്നില്ല. കുറെ ജീവിച്ചു, അധ്വാനിച്ചു, ഭക്ഷിച്ചു, യാത്ര ചെയ്തു, ജോലി ചെയ്തു, പണം നേടി, മക്കളെ പഠിപ്പിച്ചു. ഒടുവിൽ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും ഒരു പരാജയമായിരുന്നെന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ, അതിൻ്റെ ഓർമ്മകൾ നമ്മുടെ സങ്കടത്തിലേക്ക്, നിരാശയിലേക്ക് നയിക്കുന്നു. പലപ്പോഴും നമുക്ക് ആശ്വാസം ലഭിക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കുന്നില്ല, മക്കൾ നേർവഴിയിൽ ജീവിക്കുന്നില്ല, ആത്മീയമായുള്ള പുതുക്കം പ്രാപിക്കുന്നില്ല, വിശ്വാസത്തിൽ വളരുന്നില്ല, പ്രയോജനപ്പെടുന്നില്ല, ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്നില്ല. നിരാശയുടെ, സങ്കടത്തിൻ്റെ, മനോവേദനയാൽ ഒക്കെ നാം പലപ്പോഴും ഭാരപ്പെട്ടു പോകുന്ന എത്ര രാത്രികാലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. വളരെ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത ജീവിതത്തിൽ എത്രയോ രാത്രിയുടെ അനുഭവങ്ങളാണ്
നമുക്ക് പലപ്പോഴും ഓർക്കുവാനുള്ളത്. പരാജയത്തിന്റെ അനുഭവങ്ങൾ നാം പലപ്പോഴും ഓർത്തു. ഞാൻ ജീവിതത്തിൽ തോറ്റുപോയിരിക്കുന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകാറുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 14 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചന്ദ്രരോഗം പിടിപെട്ട ഒരു മകനെയും കൊണ്ട് അവന്റെ അപ്പൻ ശിഷ്യന്മാരുടെ അടുക്കൽ സൗഖ്യമാക്കുവാൻ വേണ്ടി വന്നു. എന്നാൽ ശിഷ്യന്മാർക്ക് ആ ചന്ദ്രരോഗം പിടിപെട്ട മകന്റെ അസുഖത്തെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. ആ മകനെയും കൊണ്ട് ആ അപ്പൻ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, നിന്റെ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ്. കർത്താവ് അത് കേൾക്കുമ്പോൾ പറയുന്നത്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എന്ന് വിളിക്കുന്നു. തങ്ങളുടെ അറിവില്ലായ്മയെ, തോൽവിയെ, സങ്കടങ്ങളെയൊക്കെ പിന്നീട് ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്. അതിന്റെ 21-ാം വാക്യത്തിൽ 17-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്തുകൊണ്ട് ഞങ്ങൾക്കത് സാധിച്ചില്ല എന്നാണ്. അതിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ അവിശ്വാസം നിമിത്തമത്രേ എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിന്റെ കാരണം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ അവിശ്വാസവും പിറുപിറുപ്പുമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരുടെ അവിശ്വാസം ആ ചന്ദ്രരോഗം പിടിപെട്ട മകനെ സൗഖ്യമാക്കുവാനായിട്ട് സാധിച്ചില്ല. പിറുപിറുപ്പ് കാരണം ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശത്തേക്ക് കടന്നു പോകുവാനായിട്ട് സാധിച്ചില്ലെന്ന് നാം വായിക്കുന്നുണ്ട്. കാലേബും യോശുവും ഒഴികെ ആരും തന്നെ കനാദേശത്തേക്ക് കടന്നില്ല. സംഖ്യാപുസ്തകത്തിൽ അതൊക്കെ നാം വായിക്കുന്നുണ്ട്. കനാൻ ഒറ്റുനോക്കുവാൻ പോയവർ വന്നു പറഞ്ഞ വാർത്ത കേട്ട് ഇസ്രായേൽ ജനം ഭയപ്പെട്ട്, കനാനിലുള്ളവർ ബലവാന്മാരും അവരുടെ പട്ടണം ഉറപ്പുള്ളതുമെന്ന് കേട്ട് ജനം ഭയപ്പെട്ടു, രാത്രി മുഴുവനും കരഞ്ഞുവെന്ന് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ പരാജയം നമ്മുടെ അവിശ്വാസവും പിറുപിറുപ്പുമാണെന്ന് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും പലപ്പോഴും നാം അവന്റെ കൽപ്പനപ്രകാരമല്ല, അവന്റെ ചട്ടപ്രകാരമല്ല ജീവിക്കുന്നത്, അവന്റെ കൽപ്പന അനുസരിക്കുന്നില്ല എന്ന് നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ആത്മപരിശോധന നടത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അവന്റെ വചനം ജീവിപ്പിക്കുന്നതാണെന്ന് പറയുമ്പോഴും പലപ്പോഴും അവന്റെ വചനം വായിക്കുന്നു, ധ്യാനിക്കുന്നു എങ്കിലും പക്ഷേ നാം അപ്രകാരം വചനത്തിൽ ജീവിക്കാത്തത് കൊണ്ട് ഒരു ജീവനില്ലാത്ത അവസ്ഥയിൽ നാം കടന്നു പോവുകയാണ്. കർത്താവിന്റെ വഴിയിൽ ജീവിക്കുന്നു പറയുമ്പോൾ അത് ആ വഴിയെ നാം മാറി സഞ്ചരിക്കുന്നതായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പരിശോധന നടത്തുമ്പോൾ കാണുവാനായിട്ട് കഴിയും. 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെയും മാമോനെയും സേവിച്ചുകൊണ്ട് നാം യാത്ര ചെയ്യുകയാണ്. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണെന്ന് പറയുമ്പോൾ തന്നെ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകും. നമ്മുടെ പരാജയത്തിന്റെ കാരണം നമ്മിൽ തന്നെയുണ്ട്. നമ്മിൽ തന്നെ ആശ്രയിച്ച് നമ്മുടെ ഇഷ്ടത്തിൽ ജീവിച്ച് നമ്മുടെ താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ പരാജയം നമ്മിലേക്ക്. എന്നാൽ കർത്താവിന്റെ വാക്ക് കേട്ട് അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവിന്റെ വാക്ക് കേട്ട് വലയിറക്കിയപ്പോൾ അവർ അങ്ങനെ ചെയ്തപ്പോൾ വലിയ മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി എന്നാണ്. കർത്താവിന്റെ വഴിയിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരുന്നില്ല. കർത്താവ് നമ്മെ വളരെ ബലവത്ത ഐശ്വര്യമായിട്ട് വഴി നടത്തുന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ നമ്മിലുള്ള പരാജയങ്ങളെ വിചിന്തനം ചെയ്ത് നമുക്ക് കർത്താവിൻ്റെ വഴിയിൽ ജീവിക്കാം. അവൻ്റെ വാക്ക് കേട്ട് നമുക്ക് വലയിറക്കാം. കർത്താവിനായിട്ട് നമ്മെ സഹായിക്കും.